കാടമ്പുഴ ക്ഷേത്രത്തിന്റെ ഉദ്ഭവം പുരാതന ഇന്ത്യൻ പുരാണമായ മഹാഭാരതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഇതുവരെ പറയപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കഥയായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ക്ഷേത്രം സ്ഥാപിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ്. അദ്ദേഹം കാടമ്പുഴ ക്ഷേത്രം പ്രതിഷ്ഠിച്ച മാസമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിവസമാണ് ഏറ്റവും ശുഭകരമായ ദിവസമായി കണക്കാക്കുന്നത്. അത് ഉത്സവ ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യർ ദേശാടന വേളയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള തീർത്ഥാടന വേളയിൽ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഇപ്പോൾ കാടാമ്പുഴ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ തനിക്ക് കുറുകെ നടക്കാൻ കഴിയില്ലെന്നും ഒരു ദൈവിക സാന്നിധ്യത്താൽ തന്റെ വഴി തടസ്സപ്പെട്ടതായും അദ്ദേഹം കണ്ടെത്തി. ദൈവിക സാന്നിധ്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്ന ശ്രേഷ്ഠമായ കാഴ്ച ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആശയക്കുഴപ്പത്തിലായ അദ്ദേഹം ദൈവിക സാന്നിധ്യം ഉൾക്കൊള്ളുന്നതിൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ധ്യാനിച്ചു. സർവജ്ഞാന പീഠം നേടിയപ്പോൾ തന്റെ അഹം എങ്ങനെയോ അവനെ ഉന്നതനാക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ദൈവിക സാന്നിധ്യത്താൽ തന്റെ അഹംഭാവം ഒഴിവാക്കപ്പെടുന്നുവെന്നും ഉള്ളിൽ കണ്ടെത്തി. അവനത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദിവ്യവിശുദ്ധൻ ഉടൻ തന്നെ തന്റെ മനസ്സിനെ ഏതെങ്കിലും അഹംഭാവത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ തുടങ്ങി. ഒരു നിരപരാധിയായ കുട്ടിയെപ്പോലെ സ്വയം എളിമയും ശുദ്ധമായ മനസ്സും ആക്കി. അതീവ ഭക്തിയോടും യാചനയോടും കൂടി അദ്ദേഹം വീണ്ടും ദൈവിക സാന്നിധ്യത്തെ സമീപിച്ചു. സാന്നിധ്യം എന്താണെന്നും അത് എവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്നും ഉടനെ മനസ്സിലാക്കി. പരമശിവന്റെ ദിവ്യ സാന്നിധ്യവുമായി വളരെ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദേവിയുടെ ദിവ്യ സാന്നിധ്യത്തിൽ അദ്ദേഹം ആശ്ചര്യപ്പെടുകയും ഈ സ്ഥലത്തെ തികഞ്ഞ ആദരവോടെ പരിഗണിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഭൂമിയിലെ സുഷിരത്തിൽ നിന്ന് ദിവ്യശക്തി പുറപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ സ്ഥലം ഒരു ക്ഷേത്രമായി പ്രതിഷ്ഠിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. കൂടാതെ ദേവിക്ക് മുന്നിൽ നരസിംഹവും സുദർശന ചക്രവും സ്ഥാപിക്കുകയും ധർമ്മശാസ്താവിനെയും നാഗകന്യകയും അല്ലെങ്കിൽ ഇരുവശത്തും സ്ഥാപിക്കാനും തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നടത്തേണ്ട പൂജകളും അനുഷ്ഠാനങ്ങളും അദ്ദേഹം വ്യവസ്ഥപ്പെടുത്തി. ഈ നിബന്ധനകൾ ഇന്നുവരെ പാലിക്കപ്പെടുന്നു. ദേവിയെ 3 രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. എല്ലാവർക്കും അറിവും തൊഴിലിൽ മികവും പ്രദാനം ചെയ്യുന്ന വിദ്യാ ദുർഗ സരസ്വതി ആയി രാവിലെ അവളെ ആരാധിക്കുന്നു. ഉച്ചതിരിഞ്ഞ് ഭക്തർക്ക് ആരോഗ്യം, നേരത്തെയുള്ള വിവാഹം, ഗാർഹിക ഐക്യം എന്നിവ അനുഗ്രഹിക്കുന്ന ത്വരിതാദേവിയുടെ രൂപത്തിൽ വനദുർഗ ദുർഗ ആയി ആരാധിക്കുന്നു. വൈകുന്നേരം ആദി ദുർഗ, മൂലദുർഗ, ലക്ഷ്മി ആയി ഭക്തർക്ക് സമ്പത്തും മൊത്തത്തിലുള്ള ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു. ഇവിടെ സ്വയം പ്രകടമായ ദൈവിക സാന്നിധ്യം ഒരു സാന്നിധ്യമായി മാത്രം ആരാധിക്കപ്പെടുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദേവിക്ക് പ്രതിഷ്ഠകളില്ല എന്നതാണ് കാടമ്പുഴയുടെ പ്രത്യേകത. കാടമ്പുഴ എന്ന പേരിന്റെ ഉദ്ഭവം രൂപപ്പെട്ടതായി കരുതപ്പെടുന്നു. കടൻ അമ്പു എയ്ത ഊഴ, അർത്ഥം കിരാതൻ അമ്പ് എയ്ത സ്ഥലം. കടൻ കിരാതവും അമ്പും ഈത്ത വെടിയും ഊഴയും സ്ഥലമാണ്. ശ്രീ കാടമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹാഭാരതത്തിൽ നിന്നാണ്. പാശുപതാസ്ത്രം എന്ന ദിവ്യായുധം ലഭിക്കാൻ അർജുനൻ കാമ്യകവനത്തിൽ ശിവനോട് തപസ് ചെയ്ത സംഭവവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അർജുനന്റെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനായി പരമശിവൻ വേട്ടക്കാരന്റെ കിരാത വേഷം ധരിച്ച് വേട്ടക്കാരിയുടെ കിരാതി ഭാര്യയായ ശ്രീപാർവതിയെ വെല്ലുവിളിക്കുന്നു. തുടർന്നുള്ള യുദ്ധത്തിൽ അർജുനൻ ശിവന്റെ മേൽ അസ്ത്രങ്ങൾ വർഷിച്ചു. എന്നാൽ അത്ഭുതകരമെന്നു പറയട്ടെ, ശ്രീപാർവതിയുടെ ദൈവഹിതത്താൽ അമ്പുകൾ തെച്ചി പുഷ്പങ്ങളായ മാറുന്നു. ശിവൻ പുഷ്പങ്ങളാൽ പൊതിഞ്ഞിരിക്കുന്നു. അർജുനൻ ശിവലിംഗത്തിന് സമർപ്പിച്ച പുഷ്പങ്ങൾ പോലും കിരാതത്തിൽ കാണപ്പെടുന്നു. അർജുനൻ പിന്നീട് പ്രത്യക്ഷപ്പെട്ടതും തന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതും ശിവനാണെന്ന് തിരിച്ചറിയുന്നു. ദിവ്യായുധത്തിന് യോഗ്യനായ അർജുനനെ കണ്ടെത്തിയ ശിവൻ അദ്ദേഹത്തിന് വരം നൽകുന്നു. തീർച്ചയായും ശ്രീപാർവതിക്ക് അർജുനനോടുള്ള മാതൃവാത്സല്യം അർജുനൻ വരം നൽകുന്നതിന് പരമശിവനെ വേഗത്തിലാക്കാൻ അവളെ പ്രേരിപ്പിക്കുന്നു.
മലയാളത്തിൽ തിടുക്കം കാണിക്കുന്നത് ത്വരിത എന്നാണ്. കാടമ്പുഴയിലെ ദേവിയെ ത്വരിത അല്ലെങ്കിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങളും നൽകുന്നവളായി ആരാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത് വിശദീകരിക്കുന്നു. അവർ കാട്ടിലായിരിക്കുമ്പോൾ ശ്രീപാർവതിക്ക് ദാഹം തോന്നി. ശിവൻ ഗംഗയുടെ വിശുദ്ധജലം ഒരു അമ്പിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇത് കടൻ അമ്പുഎയ്തുഴ വേട്ടക്കാരൻ അമ്പ് എയ്ത സ്ഥലം, കടൻ വേട്ടക്കാരൻ അമ്പ് ഈത എയ്ത ഊഴ സ്ഥലം എന്ന് അനശ്വരമാക്കിയിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ കാടമ്പുഴ എന്ന പേര് പ്രയോഗവൽക്കരിക്കപ്പെട്ടു. ഗംഗാജലം പുറത്തേക്ക് തീർത്ഥദ്വാരത്തിൽ ഭക്തർ ആരാധിക്കുന്നു. ഇതാണ് ശ്രീകോവിലിലെ ദൈവിക സങ്കല്പം. കാടമ്പുഴയിലെ ദേവിയെ 3 ഭാവങ്ങളിൽ ആരാധിക്കുന്നു. രാവിലെ വിദ്യാദുർഗ സരസ്വതി, ഉച്ചയ്ക്ക് വനദുർഗ ദുർഗ, വൈകുന്നേരം ആദിദുർഗ ലക്ഷ്മി. സരസ്വതി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി വിളിക്കപ്പെടുന്നു. ദുർഗയായി അവൾ ഭക്തർക്ക് ആരോഗ്യം, വിവാഹം, ഗാർഹിക ഐക്യം എന്നിവ നൽകി അനുഗ്രഹിക്കുന്നു. ലക്ഷ്മിയായി അവൾ സമ്പത്തും സമൃദ്ധിയും നൽകുന്നു. ജഗദ്ഗുരു ശങ്കരാചാര്യ ഈ വനത്തിലൂടെയുള്ള തന്റെ തീർത്ഥാടനങ്ങളിലൊന്നിൽ ഇടതൂർന്ന അടിക്കാടുകളിൽ ശക്തമായ പ്രഭാവലയത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്നിരുന്നാലും വികിരണം സൃഷ്ടിക്കുന്ന തീവ്രമായ ചൂട് കാരണം അദ്ദേഹത്തിന് അടുത്തെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം മഹാവിഷ്ണുവിനെ നരസിംഹമായി ധ്യാനിക്കുകയും ഭഗവാന്റെ സുദർശൻ ചക്രത്തിന്റെ സഹായത്തോടെ അടുത്തേക്ക് നീങ്ങുകയും ചെയ്തു. തേജസ് ചുരുങ്ങുകയും ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ദ്വാരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയും ചെയ്തു. കൂടുതൽ ആഴത്തിലുള്ള ധ്യാനം ആചാര്യനോട് കാട്ടിലെ ശ്രീപാർവതിയുടെ ദൈവിക സാന്നിധ്യമാണെന്ന് വെളിപ്പെടുത്തി. മലയാള മാസമായ വൃശ്ചികത്തിലെ നവംബർ-ഡിസംബർ കാർത്തിക നാളിൽ അദ്ദേഹം ഈ സ്ഥലത്തെ ക്ഷേത്രമായി സമർപ്പിച്ചു. ആചാര്യൻ ദേവിയുടെ മുന്നിൽ നരസിംഹ ഭഗവാനും സുദർശനചക്രവും സ്ഥാപിച്ചു. കൂടാതെ ധർമ്മശാസ്താവിനെയും നാഗകന്യകയും ക്ഷേത്രത്തിന്റെ ഇരുവശത്തും പ്രതിഷ്ഠിച്ചു. ഈ ക്ഷേത്രത്തിലെ പൂജാരീതികൾ ശങ്കരാചാര്യർ നിർദ്ദേശിച്ചതാണ്. കാടമ്പുഴ ക്ഷേത്രത്തിൽ സ്വയം പ്രകടമായ ദൈവിക സാന്നിധ്യം ഒരു സാന്നിധ്യമായി മാത്രം ആരാധിക്കപ്പെടുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദേവിക്ക് പ്രതിഷ്ഠകളില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. കാടമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ പൂമൂടൽ, മുട്ടൊരുക്കൽ എന്നിവയാണ്.